ടൈംസ് ഓഫ് ദേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നെ കാണാൻ വന്നിട്ടുള്ളത് ചുറൈജ് ബ്രോയും അംജിത് ബ്രോയാണ്. അപ്പം അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് എവിടേക്കെങ്കിലും പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെ പാലൂർ കോട്ടയിലേക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. പാലൂർ കോട്ടയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാലൂർ കോട്ടയിൽ എത്തി. കണ്ടോ, റോട്ടിലൊക്കെ വെള്ളം ഒഴുകി വരുന്നത്. ഇനി ഈ വെള്ളം എവിടെ നിന്നാണ് ഒഴുകി വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പോകുന്ന വഴി നോക്ക്, അത്ര നല്ല വഴിയൊന്നുമല്ല. വലിയ വലിയ കല്ലുകളൊക്കെയാണ് കേട്ടോ, ഉരുളം കല്ലുകളൊക്കെയാണ്. അപ്പം നടക്കാൻ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കണ്ടോ, രണ്ടുപേര് കയറി പോകുന്നത് കണ്ടോ. എന്താ അനുഭവം? കണ്ട, പാലൂർക്കോട്ട വെള്ളച്ചാട്ടം എന്ന് എഴുതിയൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ആ മുകളിൽ വെള്ളം ചാടുന്ന കണ്ട, എന്ത് ഭംഗി അറിയാം ഇവിടുന്ന് നോക്കുമ്പോൾ. നമുക്കിനി പാലൂർക്കോട്ടയെ കുറിച്ചൊന്ന് പറയാം. പണ്ട് ടിപ്പു സുൽത്താൻ ഇവിടെ ഒളിച്ചു താമസിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരു ചരിത്രം ഈ പാലൂർക്കോട്ടയ്ക്ക് ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് അതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കാം. അതിന് മുന്നേ ഇതിന് താഴെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. നല്ല തിരക്കാണ്ടോ, നല്ല തിരക്കാണ്. മുകളിലെ ഈ ആളുകളെ കണ്ടോ, നോക്കിക്കേ, ആ വെള്ളം ഇങ്ങനെ ചാടി വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇന്ന് നല്ല തിരക്കുണ്ട് ഇവിടെ, അധികം ഫാമിലീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് പാലൂർ കോട്ട എന്ന് പറയുന്നത്. എന്തായാലും വരാത്തവരൊന്ന് വരണം. നമുക്കിനി മുകളിലേക്ക് കയറാം. പക്ഷേ മുകളിലേക്ക് കയറാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല കേട്ടോ. കണ്ടോ, ഈ പാറകൾക്കിടയിലൂടെ ചാടി കടന്നിട്ടൊക്കെ വേണം നമുക്ക് മുകളിലെത്താം. സത്യം പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. കാരണം കാലൊന്ന് തെറ്റിയാൽ മതി, നേരെ താഴത്തേക്ക് പോരും, അല്ലെങ്കിൽ തലയിടിക്കും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒരു ചേട്ടൻ കണ്ടോ ഒരു കുട്ടിയൊക്കെ കയറ്റി വരുന്നത്. അങ്ങനെ ഒരു സാഹസികതയ്ക്കൊക്കെ ശേഷം നമ്മൾ പാലൂർ കോട്ടയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആഹാ, എന്താ ഭംഗി നോക്കിക്കുക എല്ലാവരും. ഈ വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ, അതാണ് നമ്മളെ താഴെ കണ്ടത് കേട്ടോ. വെള്ളച്ചാട്ടം കണ്ടില്ലേ? നമ്മൾ ജുറൈജ് ബ്രോ ഒക്കെ നന്നായി ആസ്വദിക്കുകയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെയാണ് എല്ലാവരും വരാറുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് പേരൊക്കെ ഈ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾക്കൊരു കൗതുകമായി, ഒന്ന് പോയി നോക്കാമെന്നുള്ള, എന്താണ് എന്നറിയണമല്ലോ. പക്ഷേ വിചാരിച്ചത്ര എളുപ്പമല്ല കേട്ടോ. വളരെ അപകടം പിടിച്ചൊരു വഴി തന്നെയാണ്. കാരണം നമ്മളാ കയറി വന്നില്ലേ പാറകൾക്കിടയിലൊക്കെ, അത് പിന്നെയും ഓക്കെ, പക്ഷേ ഇത് വളരെ കുറച്ച് ഡേഞ്ചർ പിടിച്ചൊരു വഴിയാണ്. കണ്ടോ, ഇതിന് മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. ഈ ഒരു ചെറിയ വഴിയിലൂടെ വേണം നമുക്ക് പോകാൻ. കണ്ടോ, ഇത്രയും ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കണം നമ്മൾ. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം കേട്ടോ, എന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ വഴിയുടെയും അതേപോലെ ഇതിന് മുകളിലുള്ള വ്യൂസ് നമുക്കൊന്ന് കാണണമല്ലോ. കണ്ട, ഈ പാറ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇത് ഒരുവിധം സൈഡിൽ പിടിച്ചിട്ടാണ് കയറേണ്ടത് കേട്ടോ. കാല് തെറ്റി ഉറപ്പാ, ഒന്നും നോക്കണ്ട, ഒരു സംശയമില്ല, താഴെ പോകും. അങ്ങനെ ഒരുവിധം ഞാൻ ശ്രദ്ധയോടെ കയറി. എന്തായാലും മുകൾ ഭാഗം ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല, അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. ഫുൾ പുല്ലൊക്കെ നിറഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു വ്യൂ തന്നെയാണ് ഇവിടുന്ന് കിട്ടുക. എന്താ അനുഭവം?
പാടടാ അതാ ഞങ്ങളങ്ങനെ പാലൂർ കോട്ടയുടെ ഉത്ഭവം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു ഗൈസ്. ഇതാ അയ്യോ മഴ വരുന്നുണ്ട് കണ്ടോ. ചൈനക്കാരെ പോലെ പൈപ്പ് ഇടേണ്ട ആവശ്യം നമ്മളെ ഇന്ത്യക്കാർക്കില്ല അല്ലേ. ആ നല്ല വെള്ളമാണ്, അടിപൊളിയാണ്, ശുദ്ധമായ വെള്ളം. ആ എന്നാണ് ശരിക്കും പാലൂർക്കോട്ടൻ്റെ ഉത്ഭവം കേട്ടോ. ഉത്ഭവം എന്താടാ. കുറച്ച് നേരമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തു. നമ്മളങ്ങനെ തിരിച്ചു പോരുകയാണ്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് പെരുന്തമണ്ണുള്ള കുറച്ച് സുഹൃത്തുക്കളെ കണ്ടത് കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു കൊടുത്തു. കണ്ടോ, ഇതാണ് നമ്മൾ കയറി വന്ന വഴിയൊന്ന് നോക്കിക്കേ. കുറേ പുല്ലൊക്കെ മൂടി കിടക്കണോണ്ടേ കറക്റ്റ് ഒരു താഴ്ച എത്ര ഉണ്ട് നമുക്ക് അറിയാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. അതാണ് വളരെ ശ്രദ്ധയോടെ പിടിച്ചിറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ പണി പാളും. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ. ഏതൊരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും ആദ്യം നമ്മൾ സേഫാണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ എല്ലാവരും. സ്വയം റിസ്ക് എടുത്ത് കയറാൻ താല്പര്യമുള്ളവർ മാത്രം ഇതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയാൽ മതി കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളായിട്ടൊന്നും ഇതിൻ്റെ മുകളിലേക്ക് വരികയേ ചെയ്യരുത്. കൂടുതൽ വരാൻ തുടങ്ങിയിട്ടുണ്ടോ. പിന്നെ ഹോളിഡേയും കൂടിയാണ്. എന്തായാലും മുകളിലെ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് ഇനി ഏറ്റവും താഴേക്ക് ഇറങ്ങാം കേട്ടോ. പിടിച്ചു വാട്ടാ, പിടിച്ചു കയറ്. ധാരാളം ആളുകൾ ഇനിയും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ജുറൈജ് ബ്രോയും അംജദ് ബ്രോയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആദ്യമായിട്ട് വരുന്നല്ലേ, അതിന് മുന്നേ കുറേ പ്രാവശ്യം പാലക്കാട് സന്ദർശിച്ചിട്ടുണ്ട്. ഉപ്പിലിട്ട പലതരം ഐറ്റംസൊക്കെ ഇവിടെ ലഭ്യമാണ് കേട്ടോ. അതേപോലെ ഐസ്ക്രീമൊക്കെ കിട്ടും കേട്ടോ. ഐസ്ക്രീം വണ്ടിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉപ്പിലിട്ട പൈനാപ്പിളാട്ടോ എടുത്തത്. അംജദ് ബ്രോ മാങ്ങ എടുത്തിരുന്നു. പിന്നെ ജുറൈജ് ബ്രോ വേറൊരു സാധനം എടുത്തത്. എനിക്ക് ആ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. നോക്കണ്ടട ഉണ്ണി, കിട്ടൂല. അവിടെ നിന്നും ഞങ്ങളുടെ കൂട്ടുകാരി ബാനുവിനെ മീറ്റ് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് കേട്ടോ. അവൾ ഞങ്ങൾക്ക് നല്ല കായവറുത്തതും കാപ്പിയൊക്കെ തന്നു. അതൊക്കെ കുടിച്ച് കഴിച്ചതിന് ശേഷം നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.